അൻസാരി സൂരി ഉസ്താദും അനിൽ നമ്പ്യാരും തമ്മിൽ ഒരു ചെറിയ പടലപ്പിണക്കം. ഫേസ്ബുക്കിൽ അനിൽ നമ്പ്യാർ ഇട്ട ഒരു പോസ്റ്റിന്റെ താഴെ അൻസാരി സൂരി ഉസ്താദ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ടുണ്ട്. അതിന് മുമ്പ് അനിൽ നമ്പ്യാർ ഇട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നമുക്കൊന്ന് വായിക്കാം. ധർമ്മസ്ഥലയിൽ മുറവിളി കൂട്ടി ഇറങ്ങിയിരിക്കുന്ന കൂട്ടങ്ങളോടാണ്. മലപ്പുറത്തെ തൂരിലൊരു കിണറുണ്ട്, നമുക്ക് ഒരുമിച്ച് കുഴിച്ചു നോക്കാം. തൂരിലെ കിണർ എന്ന് പറയുമ്പോൾ മലബാർ കലാപം നടക്കുന്ന സമയത്ത് വെട്ടിക്കൂട്ടപ്പെട്ട കുറേ മനുഷ്യരുടെ കാര്യമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ശരിയാണ്, എവിടെയും കൊലപാതകങ്ങൾ മോശമാണ്, വഷളത്തരമാണ്. പക്ഷേ അതിനകത്തൊരു നീതിയുണ്ട്. ആ നീതി എന്താണ് എന്ന് കുമാരനാശാന്റെ കവിത വായിച്ചാൽ മാത്രം നമുക്ക് മനസ്സിലാകും. അപ്പോൾ പറയും, കുമാരനാശാൻ ഈ പറയുന്ന മുഹമ്മദിയരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുണ്ടെന്ന്. മുഹമ്മദിയരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എഴുതിയിരിക്കുന്ന കവിതയെപ്പറ്റി ഞാനൊരു എക്സ്പ്ലനേഷൻ മുമ്പ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു പെണ്ണിൻ്റെ മനോഘടനയിൽ തോന്നിയ കാര്യങ്ങളാണ്, അല്ലാതെ മുഹമ്മദിയർ ഒരു ഭീകരരാണെന്നുള്ള ഒരു ഇതും കുമാരനാശാൻ എഴുതത്തില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ആർക്കൊപ്പമായിരുന്നു, എന്തായിരുന്നു എന്നുള്ളതൊക്കെ വായിച്ചാൽ, ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. കുമാരനാശാനല്ല, നാരായണ ഗുരുവല്ല, അവിടെ ആ ഭാഗത്തുള്ള ഒരാൾ, പ്രത്യേകിച്ച് യുക്തിവാദികൾ, ഇസ്ലാം കമ്മ്യൂണിറ്റി ആക്രമിക്കത്തില്ല. കാരണം ഏറ്റവും കൂടുതൽ നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു വിഭാഗം തന്നെയാണ് ഇസ്ലാം. ഉച്ചനീചത്വങ്ങൾക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഗ്രേറ്റ് ആശയമുള്ള ഒരു വിഭാഗമാണ് ഇസ്ലാം കമ്മ്യൂണിറ്റി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി അൻസാരി സൂരി ഉസ്താദ് അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കുഴിച്ചു നോക്കണം. ശേഷം വൈക്കത്തെ ദളവാക്കുളം കൂടി ഒന്ന് കുഴിച്ചു നോക്കണം. 1806 ഈശ്വരനെ തൊഴാൻ ക്ഷേത്രത്തിൽ കയറിയെന്ന ഒറ്റ കാരണത്താൽ 200-ൽ പരം കീഴ്ജാതിക്കാരെ കുഴിച്ചുമൂടിയ ദളവാക്കുളം കൂട്ടക്കൊലയുടെ ചരിത്രം നാട്ടുകാരറിയട്ടെ. ഒന്നുകിൽ സൂര്യ ഉസ്താദിന് ഇതിനകത്തൊരു ചെറിയ പിഴവ് വന്നതായിരിക്കും, അല്ലെങ്കിൽ സൂര്യ ഉസ്താദ് വേണമെന്നേ അവരെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതായിരിക്കും. സൂര്യ ഉസ്താദ് മനസ്സിലാക്കാനും അതേപോലെ അനിൽ നമ്പ്യാർ അളിയനും അറിയാൻ വേണ്ടിയിട്ടാണ്. അളിയ അവിടെ ഈശ്വരനെ തൊഴാൻ എല്ലാവരും കയറിയത് നടപ്പ് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും മനുഷ്യന് പറ്റത്തില്ലെന്ന് തീണ്ടാരി പലകയും തീണ്ടാരി ചൂണ്ടുപലകയും തേങ്ങയും മാങ്ങയും ഒക്കെ വെച്ചിട്ട് മനുഷ്യരെ അവഹേളിക്കുന്ന ഒരു കാര്യമുണ്ടാകും. നീ ജനിച്ചതുപോലെ ഞാനും ജനിച്ചു, അമ്മയും അച്ഛനും സെക്സിൽ ഏർപ്പെടും, അന്തസ്സായിട്ട് ജനിക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ഇന്ന ആളെന്നോ ഇന്ന കുലമെന്നോ ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. എന്താണ് ഷേപ്പിൽ വ്യത്യാസം അല്ലേ? ആ അമ്മയും അച്ഛൻ്റെയും ആ ജനറ്റിക് ഘടന നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നു. ആ വ്യത്യാസം എന്നതൊഴിച്ചാൽ എല്ലാം ഈച്ച് ആൻഡ് എവറിത്തിങ് സിമിലറാണ്. അങ്ങനെയുള്ള നമുക്ക് എങ്ങനെയാണ് ജാതി വ്യത്യാസം വരുന്നത്? ആ ജാതി വ്യത്യാസം നിർത്തലാക്കാൻ വേണ്ടി ഒരുപാട് മനുഷ്യർ കുരുതി കൊടുക്കപ്പെട്ടു. ദളവാക്കുളം സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ വൈക്കത്തെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ്. അവിടെ അതിൻ്റെ അടി പരിശോധിച്ചാൽ നല്ലപോലെ മനസ്സിലാകും. അത്രത്തോളം മനുഷ്യരെ അതിനകത്ത് കുഴിച്ചിട്ടിട്ടുണ്ട്, വെട്ടി കൊന്നു കളഞ്ഞു എന്നാണ്. വേലിത്തമ്പി തളവയെ ആണ് അന്ന് അതിന് നേതൃത്വം കൊടുത്തതെന്നാണ് അറിവ്. ഏതായാലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ആ കാണുന്ന ഒരു സംഗതി സൂര്യ ഉസ്താദ് പറഞ്ഞത്. അതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യം, താഴ്ന്ന ജാതിക്കാരാണ്. താഴ്ന്ന ജാതിക്കാരോ അങ്ങനെയൊന്നുമല്ല, ഇന്ന ഒരു കാറ്റഗറിക്ക് മാത്രമാണ് ഇന്നും ഇപ്പോഴും 1800-കളിലെന്നല്ല 2025-ലും ഇന്നും അങ്ങനെയുണ്ട്. താഴ്ന്ന ജാതി മേൽജാതി എന്നുണ്ട്. അനിൽ നമ്പ്യാർ എന്ന് അയാളുടെ ജാതി വാൽ അവിടെ വെച്ചിരിക്കുന്നിടത്ത് ഈ വർഗീയത അല്ലെങ്കിൽ ആ വിഭാഗീയത അവർക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ പുള്ളിയെ വിളിക്കേണ്ടത് ദളവാക്കുളം കാണാനല്ല, അതിനേക്കാൾ ഭീകരമായ ഒന്നും നമുക്ക് പറയാനുണ്ട്. ഗുജറാത്ത് കലാപം. അമേരിക്ക വിസ നിഷേധിച്ച ഒരു കഥയുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ നിഷേധിച്ചു. ഇയാളെ പോലൊരു വ്യക്തി എൻ്റെ നാട്ടിൽ വരണ്ട എന്ന്. അദ്ദേഹത്തിന് അത് ഭയങ്കര വാശിയായി. അതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ പ്രധാനമന്ത്രിയായിട്ട് ലോകം മുഴുക്ക ചുറ്റി സഞ്ചരിച്ചു എന്നാണ് തീട്ടസംഖ്യകൾ പറയുന്നത്. ആക്ച്വലി മണ്ടത്തരമാണെന്നല്ല, വേറൊന്നും അതിനെപ്പറ്റി എനിക്ക് പറയാനില്ല. അപ്പോൾ സംഭവം ഉണ്ടായതിലെ ജസ്റ്റിഫിക്കേഷൻ എന്ന രീതിയിൽ ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകും, ന്യായീകരണങ്ങളുണ്ടാകും. ആ ന്യായീകരണം ഇവിടെ ഒന്ന് പൊളിച്ചെഴുതണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സബ്ജക്റ്റ് ചെയ്യുന്നത്. ധർമ്മസ്ഥലയിൽ എന്താണ് സംഭവിച്ചത്? ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ ഒരു അമ്പലം ടെമ്പിൾ, ആ ടെമ്പിള് അത്രത്തോളം പ്രഷ്യസ് ആണ്, അത് മൂല്യമുള്ളതാണ്, അത്രയും ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ഉള്ള സ്ഥലമാണ്. അവിടെ നടക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ്. സത്രം പ്രവർത്തിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആളുകൾക്ക് അന്നം കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ്ഫുൾ തിങ് ആണ്. പക്ഷേ ആ ഫാമിലിയിലുള്ള കുറേ പേര് എന്തോ ചെയ്തതിൻ്റെ പേരിൽ ആ സ്ഥലത്തിനെ മലിനപ്പെടുത്തുന്നതിനെതിരാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവിടെ റേപ്പില്ല എന്നല്ല, റേപ്പ് ചെയ്യപ്പെട്ടില്ല എന്നുമല്ല. ഒത്തിരി പെൺകുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി പെൺകുട്ടികൾ നിർബാധം കൊല്ല ചെയ്യപ്പെടുന്ന ഒരു നാട് തന്നെയാണ് ഈ കർണാടക. കേരളം പോലെയല്ല. കേരളത്തിൽ ഇത്രയധികം വിജിലൻ്റായ ആളുകൾ ഉണ്ടായിട്ട് പോലും കേരളത്തിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത്രയൊന്നും ഇല്ലാതെ ഭയപ്പാടോടുകൂടി ജീവിക്കുന്ന ഒരു വിഭാഗം ജനതയ്ക്കിടയിൽ ഇതിൻ്റെ മുകളിൽ സംഭവിക്കത്തില്ലേ? കർണാടകയിൽ ഇതിൻ്റെ മുകളിൽ സംഭവിക്കുന്നുണ്ട്. ഭയപ്പെടേണ്ട ആവശ്യമുണ്ട് തന്നെയാണ്. അതവർ ഒളിച്ചു വയ്ക്കും. അവരിതെല്ലാം ഇതിനപ്പുറം ഒളിച്ചു വയ്ക്കുന്ന ടീമുകളാണ്. ഗുജറാത്തിൽ നടന്നത് എന്താണ്? 2000-ഓളം വരുന്ന മനുഷ്യരെ വെട്ടിയും കുത്തിയും കൊന്നു കളഞ്ഞു എന്നും അഭിമാനബോധം പറയുന്ന ബജരംഗി ജീവിച്ചിരിക്കുകയാണ്. ചത്തില്ല, കിടപ്പുണ്ട്.
ഇന്നോ നാളെയോ എന്ന് പറഞ്ഞുകൊണ്ട് കിടപ്പുണ്ട്. പക്ഷേ അവൻ പറയുന്ന ഒരു കാര്യം വളരെ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ്. ഞങ്ങളോട് പറഞ്ഞു ഇറങ്ങി വെട്ടിക്കോളാൻ പറഞ്ഞു. പൂച്ചയെന്നോ പട്ടിയെന്നോ ആ കാറ്റഗറിയിലേക്ക് മനുഷ്യനെ, പൂച്ചയും പട്ടിയും പോലും നമ്മൾ തല്ലാനും കൊല്ലാനും ഭയപ്പെടും ഇല്ലേ? ദ്രോഹിക്കുന്നതാണ്. ഇപ്പോൾ കടിക്കാൻ വരുന്ന പട്ടിയൊക്കെ നമ്മൾ തല്ലാനും കൊല്ലാനും പേടിക്കും. പറ്റത്തില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഒരു പരിധി കൂടുതൽ. പക്ഷേ മനുഷ്യരെ, കുഞ്ഞുങ്ങളെ, പെണ്ണുങ്ങളെ ഒക്കെ വെട്ടിയും കുത്തിയും കൊന്നത് അഭിമാനത്തോടു കൂടി പറയുന്ന ഒരു ഗ്രേറ്റ് പേഴ്സൺ, അതാണ് ബജ്രംഗി എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് അവർക്കൊരു ന്യായീകരണമുണ്ട്. സംഘികൾ അങ്ങനെയാണ്, അവർക്ക് ന്യായീകരിക്കാനേ അറിയാവൂ. അവർ ചെയ്ത തെറ്റിൻ്റെ വ്യാപ്തി അവർക്കറിയാം. പക്ഷെ അതവർ അഭിമാനപൂർവ്വം പറയുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ധർമ്മസ്ഥലയുടെ കാര്യം ഇത്രയും അഭിമാനപൂർവ്വം എഴുതി വെക്കുന്ന നമ്പ്യാരൊക്കെ എത്ര മനസാക്ഷിയുള്ളവനാണെന്ന് ആലോചിച്ച് നോക്കും. സ്ത്രീകളെയാണ് അവിടെ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടത് അല്ലേ? സ്ത്രീകൾക്ക് എഗൻസ്റ്റാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. ബലാത്സംഖികൾ ഭാരതമാതാവെ തൂക്കിക്കൊണ്ട് നടക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? സ്ത്രീകൾക്ക് എന്ത് പരിഗണനയാണ് ഇവർ കൊടുക്കുന്നത്? ഭാജാക്കയുടെ ഏറ്റവും വലിയ സാധനം ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നാണ്. എത്ര പെൺകുട്ടികൾക്ക് ഈ ബച്ചാവോ കിട്ടി? ബേട്ടി എവിടെ പച്ചായയാണ്? ഒരിടത്തും ബച്ചാവോ ഇല്ല. അവരിങ്ങനെയാണ്, ഇതാണ് അവരുടെ റിയൽ ഫേസ്. അവിടെ അതാണ് പറയേണ്ടത്, അല്ലാതെ മേൽജാതി കീഴ്ജാതി എന്നല്ല. മേൽജാതി കീഴ്ജാതി പ്രശ്നത്തിനുമല്ല അവിടെ പോയത്. നടപ്പ് സ്വാതന്ത്ര്യം, മനുഷ്യനായി മനുഷ്യനെ പരിഗണിക്കുന്നതിന് പകരം നീ താഴ്ന്നവൻ ഞാൻ ഉയർന്നവൻ എന്ന കാറ്റഗറി പറയുന്നു. അവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു സംഗതിക്ക് എഗൻസ്റ്റ് ആയിട്ട് നിന്നത് മുഹമ്മദ് അലി സഹോദരന്മാരിൽ ഒരാളുടെ സപ്പോർട്ടോടു കൂടി ടി.കെ. മാധവൻ പ്രബന്ധം അവതരിപ്പിച്ചു. അതിൻ്റെ പേരിൽ അത് വെച്ചുകൊണ്ട് തന്നെ സമരങ്ങളിൽ വന്നു. സമരങ്ങൾ ഇതേപോലെ വൈക്കം സത്യാഗ്രഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് 30കളിൽ നമുക്ക് ഈ ക്ഷേത്രപ്രവേശനം കിട്ടി. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ആരും ബഹളം വെച്ചില്ല. ക്ഷേത്രത്തിലൊന്നും പോയി ദൈവത്തിനെ കാണേണ്ട കാര്യം ആർക്കുമില്ല. ദൈവം എവിടെയും ഉണ്ടെന്ന് പറയുന്നത് വിശ്വസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഹിന്ദു കമ്മ്യൂണിറ്റി. അവർക്ക് ദൈവത്തിനെ കാണാനല്ല, പക്ഷേ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിഷേധാത്മകമായി നീ ഇവിടെ വരാൻ പാടില്ല, നീ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ സമന്മാരല്ലെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ കേസിലേക്ക് വരാം. ധർമ്മസ്ഥലയിൽ സംഭവിച്ചത് ആക്രമണമല്ല, കൊടും ഭീകരതയാണ്. ഏറ്റവും മോശപ്പെട്ട രീതിയിൽ പെൺകുട്ടികളെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കൊല്ലുക മാത്രമല്ല, പിച്ചി ചീന്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഓരോ കഥകൾ നമ്മൾ കേൾക്കുന്നില്ലേ? നിങ്ങൾക്കറിയുമോ 300ഓളം പേർക്ക് പേപ്പർ പോയിട്ടുണ്ട്, നോട്ടീസ് പോയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചാനൽ സേവ് ചെയ്യണോ? ആ വിഷയം എടുക്കരുത്. ആ വിഷയം എടുത്താൽ അവർക്ക് നോട്ടീസ് വരും. കാരണം MP ആയിട്ട് സെൻട്രലിൽ ഇരിക്കുന്നത് നമ്മളുടെ തന്നെ 2000ഓളം പൗരന്മാരെ കൊന്നുകളയാൻ ആഹ്വാനം കൊടുത്ത, അവർക്ക് സപ്പോർട്ട് കൊടുത്ത, അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരാളാണ്. അവിടെ നമുക്ക് എന്ത് സേഫ്റ്റിയാണുള്ളത്? അവരിറങ്ങുമ്പോൾ നിങ്ങൾ ഇത് എടുക്കൂ, അപ്പം നടക്കുമെന്ന് ഞാനതാണ് നേരത്തെ പറഞ്ഞത്. പലർക്കും വിയോജിപ്പുണ്ടായിരുന്നു. ഒത്തിരി പേര് വന്ന് കമൻസിൽ എഴുതിയിട്ടുണ്ട്, ഷെഫീന എന്താണ് ഈ പറയുന്നത്, എന്താ അതിനെപ്പറ്റി പറയാത്തത്? ഇപ്പോൾ പറഞ്ഞാൽ നടക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തലപ്പത്തിരിക്കുന്നത് ആരാണ്? കുറച്ചൊക്കെ ബോധം വേണ്ടായോ? അത്രേ പറഞ്ഞുള്ളൂ. ജാതി വ്യവസ്ഥയുടെ എഗൻസ്റ്റ് ആണ് ഈ ഒരു സമരം നടന്നത്, തർക്കമില്ല. പക്ഷേ കീഴ്ജാതിക്കാർക്ക് അവിടെ കയറാൻ വേണ്ടിയിട്ടോ മേൽജാതിക്കാർക്ക് അവരുടെ ഇത് മാറ്റാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. മനുഷ്യനായി പരിഗണിക്കാനാണ് നമ്മുടെ ഭരണഘടനയിലുള്ള ഏറ്റവും വലിയൊരു വാക്യവും അതാണ്. അതങ്ങനെ ഉണ്ടാക്കിയെടുക്കാനുള്ള കാരണവും അതാണ്. ജാതിയുടെയോ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വർഗത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വേർതിരിവ് പാടില്ല എന്ന് പറയുന്ന ഭരണഘടന എഴുതേണ്ടി വന്നത് അങ്ങനെ ഒരു വേർതിരിവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. 2000ഓളം വരുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘത്തിനെ വെട്ടിയും കുത്തിയും ബലാത്സംഗം ചെയ്തും തീ കത്തിച്ചും കൊന്നുകളഞ്ഞതിൻ്റെ കാരണം അവരുടെ മതമായിരുന്നു. ആ മതം അവർക്ക് കൊടുത്തത് ഈ കീഴ്ജാതി പ്രശ്നം കൊണ്ട് തന്നെയാണ്. അങ്ങനെ മാറി മറിഞ്ഞ് വന്ന മനുഷ്യരെ അവർ ശത്രുക്കളായി കാണുന്നു. അല്ലെങ്കിൽ കീഴ്ജാതി മേൽജാതി പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടുന്ന മുസ്ലിങ്ങളെയാണ് അവരേറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് എന്നുള്ളതാണ് വസ്തുത. അന്നും കണ്ടിരുന്നു ഇതുപോലുള്ള കുറേ റോക്കറ്റുകൾ വന്നിരുന്ന ന്യായീകരിക്കുന്നത്. സ്ത്രീകളെയാണ് കൊന്നത്. സ്ത്രീകളെ കൊന്നതിനെ പറ്റി ഒരു സിനിമ ചെയ്തപ്പോൾ എന്തൊരു വെപ്രാളമായിരുന്നു, എന്തൊരു ടെൻഷനായിരുന്നു. അതിനെപ്പറ്റി പറയാൻ എത്ര പേരായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് നടന്നത് പറയണം. ശരി, അതിന് മുമ്പ് എന്ത് നടന്നു? അതിന് മുമ്പ് ഒരു ട്രെയിൻ അപകടം നടന്നു. ആ അപകടം കലാപമാക്കി മാറ്റുന്നുണ്ട്. കലാപമാണെങ്കിൽ അതിന് ചുറ്റുമുള്ളവരെയല്ലേ തിരിച്ച് നിങ്ങൾ വെട്ടേണ്ടത്? പകരം ഇതിലൊന്നുമല്ലാത്ത മറ്റൊരിടത്ത് താമസിക്കുന്ന മനുഷ്യരെയായിരുന്നു വെട്ടേണ്ടത്. അതും കലാപമല്ല, അതൊരു അപകടമാണ്. അത് ആർട്ടിക്കുലേറ്റ് ചെയ്തൊരു അപകടമാണെന്ന് തെളിവുണ്ട്. അങ്ങനെയെങ്കിൽ ആ അപകടത്തിന് മുമ്പെന്ത് നടന്നു? അതെ, ഒരു മോണിമെൻ്റ് തകർക്കപ്പെട്ടു. ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു അസറ്റ് തകർക്കപ്പെട്ടു. ആ പള്ളിപ്പറമ്പിൽ രാമേട്ടനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. എന്നിട്ടോ അയോധ്യയിലെ ജനങ്ങൾ ഇത്തവണ എടുത്തു ദൂരെ കളഞ്ഞു. മനുഷ്യരാണ്, ബോധമുള്ളവരാണ്. മതത്തിൽ കയറി പിടിച്ചാൽ ഏറ്റവും സെൻസിറ്റീവ് പോർഷനിൽ കയറി പിടിച്ചുകൊണ്ട് രാഷ്ട്രീയം പറയാതെ അവിടെ കയറി കുത്തിയിരുന്ന് തുരന്ന് തന്നെയാണ്. 80 രൂപയിൽ കിടന്ന പെട്രോളിൽ നിന്ന് 110 രൂപയിൽ വന്ന് നിൽക്കുന്നു. ഇനിയും കൂടും, 200ലേക്ക് എത്തി നിൽക്കട്ടെ.
പൊതുജനം വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. വരവിനേറ്റ അതായത് ചിലവല്ല ഇപ്പോൾ നടക്കുന്നത്. ഏറ്റവും കൂടുതൽ വരുമാനം വന്നിരിക്കുന്ന ഒരു സമൂഹത്തിൽ ഇത്തിരി വില കൂടിയാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ വരുമാനത്തിന് ഒരു ഡെവലപ്മെൻറ്റും ഇല്ല, സെയിം വരുമാനം, പക്ഷെ ചിലവോ ഡബിൾ. അപ്പോൾ ഇതൊക്കെ ആരുടെ കെടുകാര്യസ്ഥതയാണ്? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം വരും. പകരം ധർമ്മസ്ഥലയിലേക്ക് നമ്മൾ നോക്കുന്നതാണ്. 300ഓളം വരുന്ന ചാനലുകൾക്ക് ഇത് കൊടുത്തിട്ട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത ശേഷം വീണ്ടും ഇരുന്നുകൊണ്ട് ന്യായീകരിക്കാൻ ഒരു സംഘിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഉച്ചനീചത്വം അവൻ്റെ പേരിൻ്റെ അറ്റത്തുമുണ്ട്, അനിൽ നമ്പ്യാർ. അത് പ്രിവിലേജായി കൊണ്ട് നടക്കുന്ന അവൻ്റെ ഉള്ളിലുമുണ്ട് ആ തീട്ടത്തരം. അതിനെതിരെ സംസാരിക്കുമ്പോൾ കൃത്യമായി പറയുക, അതാണ് വേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ഉസ്താദ് പറഞ്ഞത് കറക്റ്റാണ്, ശരിയാണ്. 1800കളിൽ പോയി അവിടെ തോണ്ടിയാൽ അവിടെ കിട്ടുമെന്ന്. അതിൻ്റെ ഒപ്പം ഈ മലബാർ കലാപത്തിൽ നടന്നത് എന്താണെന്നും കൂടെ പറയണം. കൊല്ലപ്പെട്ടവരിൽ പാണനും പറയനും പൊലേനും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടില്ലായിരുന്നു? എന്തായിരുന്നു ആ അസമത്വം അവിടെ നടന്നത്? അരാജകത്വവും അസമത്വവും നടക്കുന്ന സാധനം നിർത്തലാക്കാൻ വേണ്ടി ആളുകൾ പുറപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. എങ്ങനെ നിങ്ങൾക്ക് ഇസ്ലാം കമ്മ്യൂണിറ്റി ശത്രുവായി എന്ന് ചരിത്രം പഠിച്ചാൽ മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ അടിമകളാണ് ഇത്രയും കാലം ബ്രിട്ടീഷുകാരുടെ, ഇനി ഇവറ്റകളുടെ അടിമകളാകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് തല ഉയർത്തിപ്പിടിച്ച് ഈ സിസ്റ്റത്തിനെതിരെ ഭയങ്കരമായി ഇറങ്ങി നിന്ന അലി സഹോദരന്മാരെയാണ് ഇവർ ആദ്യം ശത്രുവായി കണക്കാക്കിയത്. അവരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു. അത്യാവശ്യം സംഗീതമൊക്കെ ഉണ്ടായിരുന്ന മഹാത്മാഗാന്ധി ഒരു കാരണവശാലും ഇവരുടെ ഒരു തീട്ടത്തരത്തിനും കൂട്ടുനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിനെയും വെടിവെച്ചു കൊന്ന് മാതൃക കാണിച്ചവരാണ് സംഘികൾ. അവരാണ് രാഷ്ട്രപിതാവിനെ കൊന്നവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന് പറയേണ്ടി വരുന്ന ഒരു അപമാനം നിങ്ങൾക്കറിയുമോ? 2000ഓളം പെൺകുട്ടികളെ കൊന്ന വിവരം പറയുമ്പോൾ യുദ്ധനീതി എന്നൊരു സംഗതിയുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾക്കറിയാമല്ലോ, ഇസ്രായേലിനെ അമേരിക്ക വിലക്കിയതിൻ്റെ റീസൺ യുദ്ധനീതി നിഷേധിച്ചു എന്നുള്ളതാണ്. സ്ത്രീകളെയും കുട്ടികളെയും ചെയ്യത്തില്ല. കയ്യിൽ ആയുധമില്ലാത്തവനെ ആക്രമിക്കുന്നത് ആണത്തമല്ല, ഭീരുത്വമാണ്. അതേപോലെ തന്നെ അത് വെണ്ണത്തമായാലും എന്തായാലും എന്തുത്വമായാലും കയ്യിൽ ആയുധമില്ലാത്തവനെ ആക്രമിക്കുന്നത് തെറ്റാണ്. സ്ത്രീകളും കുട്ടികളും അങ്ങനെ ഈസി ആയിപ്പോയി ആയുധമൊന്നും എടുക്കത്തില്ല. അതുകൊണ്ട് അവരെയും ആക്രമിക്കരുതെന്ന് പറയുന്ന സൂചനകളാണ് തരുന്നത്. ഇതിന് എഗൻസ്റ്റായിട്ടായിരുന്നു ഈ 2000 പേരെ വെട്ടിയും കുത്തിയും ക്രൂരമായി ബലാത്സംഗം ചെയ്തും കൊന്നുകളഞ്ഞത്. അതിനെ ന്യായീകരിക്കുന്നവരടുത്ത് പോയി ധർമ്മസ്ഥലയുടെ കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ധർമ്മസ്ഥലയിൽ നടന്ന അന്യായം ചോദ്യം ചെയ്യാൻ ഒരാൾക്കും ധൈര്യമുണ്ടാവില്ല. ഒരാളും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കുകയുമില്ല. വീരേന്ദ്ര ഹെഗ്ഡെയുടെ സഹോദരി പുത്രൻ, വീരേന്ദ്ര ഹെഗ്ഡെയുടെ അനിയൻ്റെ മകൻ ഒക്കെയാണ് യഥാർത്ഥ വില്ലന്മാർ. പൂണൂലിട്ട വെള്ളയും ധരിച്ചവർ വന്ന് എൻ്റെ മക്കളെ പിടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയെ റേപ്പ് ചെയ്യുന്നത് കണ്ടിരുന്നു എന്നൊക്കെ അവിടെ വാവിട്ട് വില വിളിച്ചിട്ട് പോലും ഒരു കാര്യം നടക്കുന്നുണ്ടോ? ആരെങ്കിലും അതിനുവേണ്ടി സംസാരിക്കാൻ തയ്യാറുണ്ടോ? ഞങ്ങൾ ആരും എടുക്കത്തില്ല, ഞാൻ എടുക്കില്ല. എൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ചാനലിന് റിപ്പോർട്ട് വരും, കേസും വരും, ജയിലിലും പോകേണ്ടി വരും. നമുക്കിതൊക്കെ പറയാനേ പറ്റുള്ളൂ. പറഞ്ഞാൽ കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഇതൊക്കെയായിരിക്കും. എല്ലാവരും ചേർന്ന് പറയൂ, നടക്കും. പ്രതിപക്ഷം എന്താണ് മൗനം? എന്താണ് ഇപ്പോൾ ഏതോ ഒരു പച്ചാളത്തിരുന്നുകൊണ്ട് ഷെഫീനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ആക്ഷൻ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് നമ്മൾക്ക് പ്രതിഷേധം കൊണ്ട് ഇറങ്ങാം. നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യത്തിന് എന്തിനാണ് നമ്മൾ ആക്ഷൻ ഇറങ്ങുന്നത്? എൻ്റെ നിസ്സാരമായ ചോദ്യമാണത്. നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ധർമ്മസ്ഥലയെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന അനിൽ നമ്പ്യാരെ പോലുള്ളവർ മനസ്സിൽ മുഴുക്ക വിഷമാണ്. അവൻ്റെയൊക്കെ വീട്ടിലുള്ള പെണ്ണുങ്ങളുടെ അവസ്ഥ ഓർക്കുമ്പോൾ പരിതാപകരമെന്നതിനപ്പുറം ഒന്നുമില്ല, സഹതാപം തോന്നുന്നു. കാരണം സ്ത്രീകളെ കൊന്നുകളഞ്ഞ, സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും ക്രൂരമായി അതിഭീകരമായി കൊന്നുകളയുകയും ചെയ്ത ഒരു കലാപത്തിനെ ജസ്റ്റിഫൈ ചെയ്യാൻ ഇറങ്ങി നിൽക്കുന്ന ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് ഓർത്തു നോക്കുക. അനിൽ നമ്പ്യാരെ പോലുള്ളവരൊന്നും മനുഷ്യഗണത്തിലേയില്ല. അവർക്കൊക്കെ എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? സൂര്യ ഉസ്താദ് പറഞ്ഞ വലിയൊരു പോയിന്റാണ്. 1800കളിൽ സംഭവിച്ച ആ ഒരു സാധനത്തെ ദളവാക്കുളം നമുക്ക് പൊളിക്കണം, കുത്തിപ്പൊളിച്ച് അതിനകത്ത് അസ്ഥിയോടുകൾ എടുക്കണം എന്നുള്ളത്. ചരിത്രം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനാണെങ്കിൽ ഇഷ്ടം മാതിരി ഉണ്ടാവും. പക്ഷേ ഇവനൊക്കെ എത്രത്തോളം വിഷലിപ്തമായ മനസ്സും കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തെളിവാണ് ധർമ്മസ്ഥലയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ഇവൻ്റെ പോസ്റ്റ്. ധർമ്മസ്ഥലയെ ന്യായീകരിക്കാൻ കഴിയുന്നവൻ മനുഷ്യനെ അല്ല എന്ന് പറയും. ഇപ്പോഴും ഞാൻ പറയുന്നു, അത് ടെമ്പിളാണ്, അവിടെ ഒരു സത്രമാണ്, അവിടെ നടക്കുന്നത് അന്നദാനമാണ്, ആളുകൾക്ക് സംരക്ഷണമാണ്, നല്ല സ്ഥലമാണ്, നല്ല ഹിസ്റ്റോറിക്കൽ എവിഡൻസുകൾ കീപ്പ് ചെയ്യുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ്, തർക്കമില്ല. മനുഷ്യർക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള സോൺ തന്നെയാണ്. പക്ഷേ അതിൻ്റെ നടത്തിപ്പുകാരൻ്റെ അനിയൻ്റെ മകനും നടത്തിപ്പുകാരനുൾപ്പെടെ പ്രശ്നക്കാരാണ്. അത് ആ സ്ഥലത്തിനെ ബാധിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ സ്ഥലത്തിനെ പറയരുതെന്ന് പറഞ്ഞത്. അല്ലാതെ അവിടെ അങ്ങനെ ഒരു സാധനമില്ല എന്ന് ഭാഗമില്ല. ഇനി ആർക്കെങ്കിലും മിണ്ടാൻ പറ്റുമോ? എത്ര ചാനലുകൾക്ക് ഇതുപോലെ സ്റ്റോപ്പ് മെമ്മോ വന്നിട്ടുണ്ട്. മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് തന്നെയാണ്. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് ഫയൽവാൻ ജയിച്ചെന്ന് പറയണ അനിൽ നമ്പ്യാരുടെ ക്വാളിറ്റി എന്താണെന്ന് അളക്കാൻ എന്തിനാണ് മെനക്കിടുന്നത്? ഇവനൊക്കെ മനുഷ്യനെയല്ല. സംഘിയായി കഴിഞ്ഞാൽ തലച്ചോറ് നിറച്ച് ചാണകം നിറയുന്നല്ല, അവിടെ നിറച്ച് വെറും വെറുപ്പും വിദ്വേഷവും മാത്രം നിറയും.
ഒരു പെണ്ണ് ആക്രമിക്കപ്പെടുമ്പോൾ അത് നോക്കി ചിരിക്കാൻ സാധിക്കുന്നത് പെറ്റ തള്ളയോട് സ്നേഹമുള്ളവനായിരിക്കുമോ? അല്ല. ഇവനെയൊക്കെ അവൻ്റെ അമ്മ വരെ ഭയപ്പെടണം. അത്രത്തോളം നീച ചിന്താധാരയുള്ള വൃത്തികെട്ടവനാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇങ്ങനെ ഒരു കാര്യം പറയണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ്. ധർമ്മസ്ഥലയെ ന്യായീകരിക്കുന്ന ഇവനെയൊക്കെ കല്ലെറിഞ്ഞാണ് തീർക്കേണ്ടത്. അത്രത്തോളം വൃത്തികെട്ടവന്മാർക്ക് മാത്രമേ അത്തരം വൃത്തികേടുകൾ പറഞ്ഞ് ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ പിറകെ പോകാതെ എന്ത് പത്രധർമ്മമാണ് ഇവൻ നമ്മളെ പഠിപ്പിക്കുന്നത്? മാധ്യമം ധർമ്മം എന്ന് പറയുന്നത് എവിടെയുള്ള നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ന്യൂസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം തന്നെ അതാണ്. എല്ലാ ഇടങ്ങളിലുള്ള ന്യൂസുകൾ നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ധാർമ്മിക മര്യാദ, അല്ലേ? ആ എത്തിക്സ് അത് എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ പാർഷ്യലായിട്ടുള്ള ഒരു തരം പ്രത്യേക തരം സാധനം അതാണ് അവൻ കീപ്പ് ചെയ്യുന്നത്. മലൻ ടി വിയൊക്കെ ആര് കാണാൻ പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ കാണുന്നവർ, അത് കണ്ട് അന്തം വിട്ടിരിക്കുന്നവർ ഓർത്തുകൊള്ളുക, കലാപം എന്നത് ആർക്കും സുഖമുള്ള ഒരു കാര്യമായിരിക്കത്തില്ല. പ്രതിരോധത്തിന് വേണ്ടി കയ്യിൽ വാളേന്തുന്ന ഒരു അവസ്ഥ ഇപ്പുറത്ത് നിൽക്കുന്നവർക്ക് വരുമ്പോൾ കരയരുത്, വിഷമിക്കരുത്. അതും ഒരു പ്രതിരോധമാണ് എന്നത് ഓർക്കുക. ചുമ്മാ ഇരിക്കുന്നവരെ ചൊറിഞ്ഞു വാങ്ങിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കഥകൾ, ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ടാവും. ഒത്തിരി ചരിത്രങ്ങളുണ്ട്, ഇല്ലേ? പക്ഷേ ഇതൊന്നും എക്സ്പ്ലനേഷൻ അല്ല. ഇതൊന്നുമല്ല കാര്യം. വാലിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വൃത്തികെട്ട പേരും അതിൻ്റെ ഒപ്പം അവൻ്റെ വായിൽ നിന്ന് വീഴുന്ന മലവർത്തമാനങ്ങളും അവൻ എന്താണെന്ന് തെളിഞ്ഞു എന്നുള്ളതാണ്. അത് കൃത്യമായി ഉസ്താദ് എടുത്തു വെച്ച് പറയണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം. ചെയ്തിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. കൃത്യമായി പറയണം. അതായത് അന്നത്തെ കഥയ്ക്ക് ഇന്നത്തെ കഥ മാച്ച് എന്നല്ല, അവൻ ജസ്റ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചത് എന്തിനെയാണ് എന്നുള്ളത് ഇവിടെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. അവനൊരു മാധ്യമ പ്രവർത്തകൻ പോലുമല്ല. ആണെങ്കിൽ മനഃപൂർവ്വം തൻ്റെ വീട്ടുകാരാണെങ്കിലും തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവൻ എത്തിക്സ് ഉള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ്. അവൻ എത്തിക്സ് ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് അവൻ്റെ ഈ പോസ്റ്റ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച്. ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ കയറാൻ വന്ന സംഘികളെ, ഷെഫീന ബീവിയുടെയാണ് ചാനൽ. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇവിടെ ഇല്ല. താങ്ക് യു.